നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ തെറ്റായ പ്രവണതകളിൽ തിരുത്തലുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇന്നലെ വരെ താനൊരു സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷേ ഇനി ആ സൗമ്യത ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുകയാണ് തൻ്റെ പ്രഥമ പരിഗണന. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞു വരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ല. അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കും. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് താൻ കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻകാലത്ത്, അതായത് എവിടെയാണോ മുൻ ദേവസ്വം പ്രസിഡന്റുമാർ വീഴ്ച പറ്റിയത്, അവർ എവിടെയാണോ ഇടറി വീണത്, ആ ഒരു ഇടർച്ച, ആ ഒരു വീഴ്ച തനിക്ക് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് എല്ലാ സൗകര്യം ചെയ്യുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമലയിൽ തനിക്കൊരു മിഷനുണ്ട്, അത് ആദ്യം പറയേണ്ടത് അയ്യപ്പനോടാണ്. ദേവസ്വം പ്രസിഡന്റായ ശേഷം ആദ്യമായി ശബരിമല സന്ദർശനം നടത്താനായി ആറന്മുളയിൽ എത്തിയിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഈ പ്രതികരണമൊക്കെ നടത്തിയത്. പുതിയ ഭരണസമിതി ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ പ്രസിഡന്റായും മുൻ മന്ത്രി കെ രാജു അംഗമായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. ശബരിമലയിൽ അവിഹിതമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്നായിരുന്നു ജയകുമാർ പ്രതികരിച്ചത്. ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങൾ ഉണ്ടെന്നും അവരെ പുറത്തു നിർത്തിയതിൽ ചിലർക്ക് വിഷമമുണ്ടായെന്നും സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്തും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും ഏറ്റവും ശ്രദ്ധേയമായി. ഇതുവരെയില്ലാത്ത പ്രതിസന്ധിയുടെ കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ പുതിയ സമിതി എത്തിയിരിക്കുന്നത്. വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് പുതിയ സമിതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ, കടമ്പകൾ ഒരുപാടുണ്ട്. മുഖം മുൻകൽ ദൗത്യമാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് കസേരയിൽ ഇരുത്തിയത്. CPI പ്രതിനിധിയായാണ് മുൻ മന്ത്രി KM രാജുവും ചുമതലയേറ്റിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിജ്ഞ എടുത്ത അധികാരമേറിയത്. വിശ്വാസം വ്രണപ്പെടില്ലെന്ന് ഉറപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ അധ്യക്ഷൻ സ്പോൺസർമാരെ അടക്കം നിയന്ത്രിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി, GR അനിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങാനിരിക്കെയാണ് പുതിയ സമിതിയുടെ നയം വ്യക്തമാക്കി പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം PS പ്രശാന്തിന്റെ പ്രതികരണം. ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങളുണ്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. അറിയുന്നതും അറിയാത്തതുമായ അവതാരങ്ങളുണ്ട്. എല്ലാ അവതാരങ്ങളെ പടിക്കു പുറത്ത് നിർത്തി ഒരു അവതാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവതാരങ്ങൾക്ക് വഴിപെട്ട് പ്രവർത്തിച്ചിട്ടില്ല. അവതാരങ്ങളെ പുറത്തു നിർത്തിയതിൽ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദൗർഭാഗ്യകരമായ സംഭവമാണ്. 2025 വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കോടതി അറിയിക്കാത്തതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു. ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ വേദനയുണ്ടാകുകയാണ്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി ബോധ്യമാകും. മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യസന്ധമായും സുതാര്യമായുമാണ് എല്ലാം ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നും അത് നടത്തിയത് നന്നായി എന്നാണ് തന്റെ ബോധ്യമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. അതേസമയം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ശബരിമല വിഷയം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത് ആ ഒരു വിഷയത്തിൽ സർക്കാരിനെ അവർ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കരമനയിലെ BJP സ്ഥാനാർത്ഥി കരമന അജിത്ത് മലയാളി വാർത്തയോട് പ്രതികരിച്ച പ്രത്യേകം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. ആ ഒരു പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് പറഞ്ഞത്, അവര് പറയുന്നത് അമ്പലക്കൊള്ളക്കാർക്ക് വോട്ടില്ല. പല വീടുകളിലും പോകുന്ന സമയത്തുണ്ട്, അമ്പലക്കൊള്ളക്കാരാണോ നിങ്ങൾക്ക് വോട്ടില്ല. അതായത് അമ്പലക്കള്ളന്മാരാണ് എന്ന് ഈ ജനം തിരിച്ചറിഞ്ഞു. അതൊരു പ്രചരണം. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു ശക്തിയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അവിടെ കൊള്ളയടിക്കാൻ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ സംസ്ഥാന ഭരണത്തിന്റെ ആ ഭരണം നടത്തുന്ന ഭരണകർത്താക്കളുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഈ ഭാഷ തന്നെ ഞാൻ പറയാം, അത് ജനം തിരിച്ചറിഞ്ഞതാണ്. ആരാണ് ശബരിമലയുടെ കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ജനം തിരിച്ചറിഞ്ഞതാണ്. അതിന് പ്രചരണ ആയുധമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പല വീടുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്പലക്കള്ളന്മാർക്ക്, അമ്പലക്കൊള്ളക്കാർക്ക് വോട്ടില്ല എന്ന് പറയുന്നത്. അപ്പോ ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. സംശയം വേണ്ട. അതിൽ യാതൊരു മാറ്റമില്ല. അറിയാമല്ലോ, CPM LDF തമ്മിൽ അവരെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടത്തുന്നത്. അവര് സ്ഥാനാർത്ഥി നിർണയം UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ പച്ചയായി ജനങ്ങൾ മനസ്സിലാക്കിയതാണ്.
ആ സ്ഥാനാർത്ഥി നിർണയം ആദ്യം പ്രഖ്യാപിച്ചത് തന്നെ അതിൽ ദുരൂഹതയുണ്ട്. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് 100%. BJP വരാൻ പാടില്ല, പകരം LDF വന്നാലോ UDF വന്നാലോ അവർക്ക് ആർക്കും പ്രശ്നമില്ല. BJP വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സ്ഥാനാർത്ഥി നിർണയം മുതൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യതയോടുകൂടി നമുക്കത് മനസ്സിലാക്കും. പ്രബുദ്ധതയുള്ള ജനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നഗരസഭയാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരസഭയാണ്, ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരപരിധി എന്ന് പറയുന്നത്. വിഴിഞ്ഞം പോലുള്ളത്, പോർട്ടുകൾ, അതിന്റെ വികസനം നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറമാണ് വരാൻ പോകുന്നത്. ആ സ്ഥലത്ത് തീർച്ചയായിട്ടും അടുത്തത് BJPയുടെ കരങ്ങളിൽ മാത്രമാണ് ഇത് സുരക്ഷിതം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ തിരിച്ചറിവ് നല്ലത് തന്നെയാണ്. അത് മാറ്റത്തിന്റെ തുടക്കമാണ്. മാറാത്തത് മാറും. വികസിത അനന്തപുരിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കൈയും മെയ്യും നിറഞ്ഞ് നമ്മുടെ പാർട്ടി പ്രവർത്തകരും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെടുന്ന മുഴുവൻ പ്രവർത്തകരും ജനങ്ങൾ ഇപ്പോൾ നമ്മളെ ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ BJPയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് തെരുവോരങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ഈ തിരുവനന്തപുരത്തിന്റെ ഈ ശാപമായ ഈ ഇടതിന്റെയും വലതിന്റെയും ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനും, അതുപോലെ തന്നെ ഇടതിന്റെ, അതായത് തിരുവനന്തപുരം നഗരസഭയിലെ ഇടതിന്റെ ഈ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്ത് തുടർ പ്രവർത്തനങ്ങൾ, ഭരണം, അത് ഒരു ശാപമായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ വികസനം സാക്ഷാത്കരിക്കും. അത് സുരക്ഷിതമാക്കുവാൻ താമരകൾ വിരിഞ്ഞേ മതിയാവൂ എന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നു. അത് BJPക്ക് മാത്രമേ ആ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മാലിന്യ വിഷയമാണ്. മാലിന്യം അതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ അതൊരു പൊന്മുട്ടയിടുന്ന താറാവായി കാണുന്ന ഒരു സമീപനമാണ് മാറി മാറി വരുന്ന LDFന്റെ ഭരണസമിതി. കാരണം അതിനൊരു ശാശ്വത കേന്ദ്രം നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അത് അംഗീകരിച്ച കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ഒരു കേന്ദ്രം പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ ഇച്ഛ പോലെ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല? എങ്കിൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരമാകും. കേവലം പന്നി ഫാമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം മാലിന്യ സംസ്കരണം നടത്തുമ്പോൾ എന്തുമാത്രം അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്ന് മനസ്സിലാക്കും. പന്നി ഫാമുകൾ ജൈവ മാലിന്യങ്ങൾ കൊടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് പരിഹാരം കാണാൻ സാധിക്കും എന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട് അത് ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ വച്ച് നോക്കുമ്പോൾ ഫ്ലൈറ്റുകൾ വന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ 100 ഇരട്ടി വർദ്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫ്ലൈറ്റുകൾ കയറാനും തയ്യാറാനും പറ്റാത്ത അവസ്ഥ. കാരണം പക്ഷികൾ വന്ന് ഫ്ലൈറ്റുകൾ ഇടിക്കുമെന്നുള്ള ഭയം.